നമുക്ക് വേണ്ടി നിത്യജീവൻ തരുവാൻ വേണ്ടി അവൻ താനലിയ ഏറ്റ മുറിവുകളുടെ എണ്ണം, അവരേറ്റ അടികളുടെ എണ്ണം, അവരേറ്റ വേദനയുടെ ആ ശക്തി നാം മനസ്സിലാക്കിയാൽ ദൈവത്തെ വിശ്വസിക്കാതിരിക്കുവാൻ, അവന്റെ പ്രവൃത്തികളെ നാം അനുകരിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അത്രത്തോളം അടികളേറ്റാണ് നമ്മളെ ദൈവം നമ്മുടെ ശൈത്യീകരിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ ആ അസത്യത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം നമ്മെ കൊണ്ടുപോകുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്കൊരു വിടുതലുണ്ടാകണം. നമ്മെ ഹല്ലേലൂയ സ്തോത്രം ആ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഇരുട്ടിന്റെ പ്രവൃത്തിയിൽ നിന്ന് നമുക്കൊരു വിടുതലുണ്ടാകണം. മാത്രമല്ല നമ്മുടെ ജീവനെ ഹല്ലേലൂയ സ്തോത്രം മൃത്യുവിലേക്ക് താഴ്ന്നു കളയുന്ന പാപത്തിന്റെ അടിമത്തത്തിലേക്ക് നമ്മെ വീഴ്ത്തി കളയുന്ന ആ പ്രതികൂല സന്ധിയിൽ നിന്ന് നമുക്കൊരു വിടുതലുണ്ടാകണം. അതുകൊണ്ട് പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം ആ പിതാവായ പുത്രന്റെ ശക്തിയാൽ നാം ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഒരു പുതിയ ജീവൻ പ്രാപിക്കുവാൻ, ഒരു നിത്യജീവൻ പ്രാപിക്കുവാൻ, ഒരു നിത്യജീവിതത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടുവാൻ, നാം ഹല്ലേലൂയ സ്തോത്രം ഇവിടുന്ന് മരിച്ച് ഇവിടുന്ന് അടക്കപ്പെട്ട് ഇവിടുന്ന് തീർന്നു പോകുവാനുള്ളവരല്ല. നമുക്കൊരു ഹല്ലേലൂയ വേറെ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടിയാണ്, ആ ജീവിതത്തിന്റെ ഹല്ലേലൂയ പ്രത്യാശയോടാണ് നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാപത്തിൽ അകപ്പെട്ടു പോയ നമ്മെ ഓരോരുത്തരെയും ദൈവിക സന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം പല വഴികളും നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. നമുക്ക് ദൈവവചനങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നു. അവന്റെ ഹല്ലേലൂയ സ്തോത്രം പ്രവൃത്തികളെ നമുക്ക് കാട്ടിത്തന്നു. അവന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ അവൻ നമ്മളോട് സംസാരിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവജനമേ, ദേശനിവാസികളെ, ഇവിടെ ഓർപ്പിക്കുവാനുള്ളത് ആമേൻ, നമ്മുടെ ജീവിതം ഇന്ന് ഈ ലോകത്തിൽ നഷ്ടപ്പെടുത്തി കളയുവാനുള്ളതല്ല, അത് ദൈവത്തിന് വേണ്ടി ആമേൻ വിനിയോഗിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ദൈവജനമേ, ഈ ദേശമേ, ഞാൻ ഓർപ്പിക്കുന്നു, നീ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരണം. ദൈവിക പ്രവൃത്തികൾക്ക് വേണ്ടി നീ ഒരുക്കമുള്ളവരായി തീരണം. ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ കാണുവാൻ തയ്യാറായി തീരണം. എന്നാൽ ദൈവത്തിന്റെ വലിയ പ്രത്യാശയിലും ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖത്തെ കാണുവാനും നീ ഇടയായി തീരണം. ഞങ്ങളിവിടെ പ്രസ്താവിക്കുന്ന, ഞങ്ങളിവിടെ ഉയർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ ഞങ്ങൾ അനുഭവിക്കുകയും ഞങ്ങൾ അറിയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ദേശത്തും ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കുവാൻ കടന്നു വന്നിട്ടുള്ളത്. ഈ ചെറുപ്രായത്തിലും ഈ യൗവന പ്രായത്തിലും ഈ ദേശത്ത് കടന്നു വന്ന് ഈ തിരുവചനങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം, നിങ്ങൾ ആർക്കെങ്കിലും സമാധാനമില്ലാതെ, നിങ്ങൾ ആരെങ്കിലും പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇരിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ഒരു ശക്തനായ ദൈവം ഇന്ന് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ നടുവിൽ ആമേൻ സ്തോത്രം വന്ന് നിന്നെ വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. ഇവിടെ വായിച്ച തിരുവചനം ഇങ്ങനെയാണ്, ആമേൻ സ്തോത്രം, ആ പിതാവിന്റെ സന്നിധിയിൽ നാം ചെന്ന് ആരെങ്കിലും നാം അവനെ വിശ്വസിക്കുന്നെങ്കിൽ അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? ഒരു പുതിയ ജീവിതം തരുവാൻ അവൻ ശക്തനാണ്. ഒരു പുതിയ ജീവിതം നമുക്ക് വേണ്ടി നൽകുവാൻ അവൻ ശക്തനാണ്. പക്ഷെ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറായി തീരണം. പലപ്പോഴും ആമേൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ, ദൈവത്തിന്റെ മൂല്യങ്ങളെ ഹല്ലേലൂയ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ കഴിയാതെ ആമേൻ നാം ദൈവത്തിൽ നിന്ന് അകന്ന് പോകുമ്പോൾ ഹല്ലേലൂയ ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, നിന്നെ ഹല്ലേലൂയ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിന്റെ പാപങ്ങളെ ചുമക്കുവാനും നിന്റെ പാപങ്ങളെ മാറ്റുവാനും നിന്റെ ഹല്ലേലൂയ പ്രയാസങ്ങളെ മാറ്റുവാനും ഒരു ദൈവം ഹല്ലേലൂയ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ ഹല്ലേലൂയ ശക്തിയാൽ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിനക്കൊരു വിടുതൽ ദൈവം തരുവാൻ ശക്തനാണ്. ഞാൻ അവസാനിപ്പിക്കുവാൻ തയ്യാറാകുകയാണ്. ദൈവം ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മെ കേൾപ്പിച്ച തിരുവചനങ്ങൾ നമുക്കൊരു അനുഗ്രഹമായി തീരുവാൻ, ദൈവശക്തിയോടെ ആമേൻ ഈ പ്രദേശത്ത് അനേകർ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ ദൈവം ആമേൻ ഈ ദേശത്തോട് ഇടപെടേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ചില നിമിഷങ്ങൾ ഈ ദേശത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ മരണത്തിൽ നിന്ന്, അസത്യത്തിൽ നിന്ന്, ആമേൻ സ്തോത്രം, ആ ഇരുട്ടിൽ നിന്ന് ഈ ദേശത്തെ ദൈവം വിടുവിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പല കുടുംബങ്ങൾ ഇരുട്ടിന്റെ അവസ്ഥയിലായിരിക്കുന്നു. പല കുടുംബങ്ങൾ ആമേൻ അസത്യത്തിലൂടെ കടന്നു പോകുന്നു. സത്യമില്ലാത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ട്
അവർ ഹല്ലേലൂയ സ്തോത്രം വളരെ പ്രതിസന്ധികളുടെ കടന്നു